ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്ക്ലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം എല്ലാവരും കാത്തിരിക്കുകയാണെന്ന്. ഞാൻ എന്തുകൊണ്ടാണ് ഒരു ദിവസം മുന്നേ, സാധാരണ രീതിയിൽ വീക്ക്ലി അനാലിസിസ് ഞാൻ പറയാറുണ്ട് ഞായറാഴ്ച ചെയ്താൽ മതി, എല്ലാവരും സാധാരണ ഞായറാഴ്ചയാണ് ചെയ്യാറ്. ഞാൻ എന്തുകൊണ്ട് ഒരു ദിവസം മുന്നേ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും സമയം കൂടെ അത് അതിനെപ്പറ്റി പഠിക്കാനുള്ള ഒരവസരം ഉണ്ടാകും എന്ന് ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ ഒരു ദിവസം മുന്നേ നിങ്ങൾക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് കഴിവതും നിങ്ങളിത് കാണാൻ ശ്രമിക്കുക, നേരത്തെ തന്നെ കാണാൻ ശ്രമിക്കുക. അല്ലാതെ മുഹൂർത്തത്തിന് ഓടി വന്ന് കണ്ടിട്ട് അങ്ങനെ ഒരു ട്രേഡ് എടുക്കുന്ന മെൻറ്റാലിറ്റി നിങ്ങൾ മാറ്റണം. ഞാൻ ഈ ഡെയിലി പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാലും രാവിലെ കാണുന്ന ധാരാളം ആൾക്കാരുണ്ട്, രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് മുന്നേ കാണുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ചിലപ്പം ഓക്കെ ചില സമയങ്ങളിൽ നമുക്ക് സാഹചര്യം ഒക്കത്തില്ലായിരിക്കും, പക്ഷേ എന്നും അങ്ങനെ ഇത് ശീലമാക്കരുത്. കഴിവതും നിങ്ങൾ പ്രിപ്പയർ ആകാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിതിനെ ഒരു ബിസിനസ്സായിട്ട് കാണുന്നെങ്കിൽ, നമ്മൾ ഇതിൽ നിന്നൊരു ഇൻകം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നമുക്ക് അതിന് പ്രിപ്പറേഷൻ വേണം, ഇല്ലേ? ഇപ്പം വള്ളംകളി നടക്കുന്ന സ്ഥലം കണ്ടിട്ടില്ലേ? ഈ വള്ളംകളി നടക്കുന്ന സമയത്ത് ഈ ചുമ്മാ ഒരു ദിവസം രാവിലെ വന്ന് 100 ആൾക്കാർ ഒരു വള്ളമായിട്ട് വന്നിരുന്ന് വള്ളംകളി മത്സരത്തിൽ പങ്കെടുക്കുകയാണോ ചെയ്യുന്നത്? ആണോ? അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല. അവർ അതിന് മുന്നേ പല ദിവസങ്ങളിൽ അതേ സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യും? അവർ പ്രാക്ടീസ് ചെയ്യും, ഇല്ലേ? ആ പ്രാക്ടീസ് ചെയ്യും, അവിടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് എങ്ങനെയാണെന്ന് നോക്കും. അങ്ങനെ പല കാര്യങ്ങൾ ട്രയൽ റൺ നടത്തിയിട്ടാണ്, അല്ലെ പഠിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ ഫൈനൽ ആ ദിവസം, മത്സര ദിവസം പോയി അവർ മത്സരിക്കുന്നത്, ഇല്ലേ? അങ്ങനെയാണ് ഒരു വിജയത്തിലേക്ക് എടുക്കുന്നത്, അല്ലെങ്കിൽ വിജയിക്കുകയോ ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ ഒരു വള്ളംകളി എന്ന് പറഞ്ഞ ഒരു മത്സരം ചൂണ്ടിക്കാണി പറഞ്ഞു, എല്ലാ മത്സരങ്ങളും, ഇപ്പോൾ ഓട്ടമായാലും ഹൈ ജമ്പ് ആയാലും എന്ത് പരിപാടിയാണെന്ന് പറഞ്ഞാലും അതിനൊരു പ്രാക്ടീസ് ഉണ്ട്, ഇല്ലേ? അതിനെപ്പറ്റി നമ്മൾ വ്യക്തമായൊരു പ്രിപ്പറേഷൻ നമുക്കുണ്ട്, ഇല്ലേ? ആ പ്രിപ്പറേഷന് ശേഷമാണ് നമ്മൾ ആ കാര്യത്തിന് പോകുന്നത്. ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾ ഇതിനെയും കാണണം. ഇതിന് എപ്പോഴും നിങ്ങൾ പ്രിപ്പറേഷൻ ആവശ്യമാണ്. ചുമ്മാതെ രാവിലെ എന്തെങ്കിലും അവിടെ നിന്നെങ്കിലും കേട്ടിട്ട് നമ്മൾ മാർക്കറ്റിനെ സമീപിക്കുകയല്ല വേണ്ടത്. വ്യക്തമായും നമുക്കൊരു ധാരണ വേണം, ഇന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇനി ഞാൻ വിചാരിക്കുന്ന രീതിക്ക് എതിരെ പോയാൽ ഞാൻ എന്താണ് സ്വീകരിക്കേണ്ടത്, അതിന് പ്രതിവിധി എന്താണ് കാണേണ്ടതെന്നൊക്കെ നമുക്കൊരു വ്യക്തമായ ബോധ്യം വേണം. അങ്ങനെ ഉള്ളപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്കെതിരെ മാർക്കറ്റ് പോയാലും മാർക്കറ്റിൽ എന്തെങ്കിലും പെട്ടെന്ന് ഒരു റിവേഴ്സൽ സംഭവിച്ചാലും നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റും. കാര്യം ഇതാ, നമ്മൾ പ്രിപ്പയർഡാണ്, ഇല്ലേ? ഏതവസ്ഥയും നമ്മൾ തരണം ചെയ്യാൻ നമ്മൾ പ്രിപ്പയർഡാണ്. അല്ലാത്തവർ ഈ ചുമ്മാ രാവിലെ കണ്ണും തിരുമ്മി വന്ന് സിസ്റ്റം തുറന്ന് വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് എന്താണ്, പെട്ടെന്ന് മാർക്കറ്റ് ഫോൾ വരുമ്പോഴോ അല്ലെ പെട്ടെന്ന് മാർക്കറ്റ് മോളോട്ട് കഴിയുമ്പോഴോ അവർ പെട്ടെന്ന് പാനിക്കുക. അവർക്ക് അറിയത്തില്ല, പിന്നെ അവരുടെ കൈയും കാലം അന്നേരം മറക്കാൻ തുടങ്ങും, എന്ത് ചെയ്യണം, എന്ത് ചെയ്തില്ല, ചിലപ്പോൾ അങ്ങനെ ഹ്യൂജ് ലോസിലേക്ക് പോകാനുള്ള സാധ്യത. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൃത്യമായ പഠനം. നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. കൃത്യമായ പഠനത്തിൻ്റെ ഉദ്ദേശം പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാനിട്ട തമ്പനയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എത്ര പേർക്ക് ഓർമ്മയുണ്ട്? കഴിഞ്ഞ ഇട്ട തമ്പനയിൽ ഞാനിട്ട തമ്പനാണിത്, ഇല്ലേ? പാദഫലങ്ങൾ നിരാശപ്പെടുത്തുമോ? കഴിഞ്ഞ ഇട്ട പാദഫലങ്ങൾ നിരാശപ്പെടുത്തുന്ന ഒരു കരടിയുടെ പടമുണ്ട്. ഇതിനർത്ഥം എന്താണ്? ഇതിനകത്ത് നിങ്ങൾ എന്താണ് വായിക്കുന്നത്? ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പ്രാവശ്യത്തെ ഫലങ്ങളൊന്നും അത്ര സുഖമായിട്ടുള്ള കാര്യമായിരിക്കത്തില്ല. നിരാശപ്പെടുത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ വേണം. നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വേണം. ഈ ഒരാഴ്ച എന്നാണ് ഈ ഒരു പടം സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും, ഇല്ലേ? ഈ പടം കാണുമ്പോഴേ നിങ്ങൾക്ക് കാര്യം ഏകദേശം പിടികിട്ടും, ഇല്ലേ? ശരിയല്ലേ? അപ്പം ഇനിയിപ്പോൾ തിരിച്ച് ബുള്ളിഷ് സെറ്റപ്പിലോട്ട് പോയാലും നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെപ്പറ്റി വ്യക്തമായ ബോധ്യമുണ്ട്. ശരിയല്ലേ പറയും? നമ്മൾ ഓക്കെ, താഴോട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, ശരി, സമ്മതിച്ചു. സപ്പോസ് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം പെട്ടെന്ന് നമുക്ക് അവിടെ എന്ത് സ്ട്രാറ്റജി ഉപയോഗിക്കണം, അല്ലെ എന്ത് കാര്യമാണ് നമ്മൾ അനുവർത്തിക്കേണ്ടതെന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് അറിയാം, ഇല്ലേ? അതിന് മുന്നേ ഒരാഴ്ച, കഴിഞ്ഞ ആഴ്ച 2 ആഴ്ചയ്ക്ക് മുന്നുള്ള വീക്കിലാണ് ഈ ആഴ്ചയുടെ തലയാഴ്ച എന്താ ഞാൻ കൊടുത്തത്? കൃത്യമായി അടിവാരത്തേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് ഒരു കരടിയുടെ പടം കൊടുത്തു, ഇല്ലേ? ഇതൊക്കെ എങ്ങനെ എനിക്ക് ഇങ്ങനെ ഇടാൻ പറ്റുന്നു എന്ന് പലരും ഇങ്ങനെ കമൻറ്റ് ചോദിക്കാറുണ്ട്. സാറേ, ഇതെങ്ങനെയാണ് ഒപ്പിക്കുന്നത്, ഇതെങ്ങനെയാണ് ക്യാപ്ഷൻ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായ പഠനം നമ്മൾ പഠിച്ചാൽ, ഇതിപ്പം വലിയ കാര്യമൊന്നുമല്ല, റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, നിങ്ങൾക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇതൊന്നും ആർക്കും അപ്രാപ്യമായ കാര്യം അല്ല. നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കണം. പലരും എന്നോട് നമ്മൾക്ക് ഈയിടെ അടുത്ത ദിവസങ്ങളിൽ പലരും എന്നോട് ചോദിച്ചു, സാർ എനിക്ക് അത്രയ്ക്ക് ഇംഗ്ലീഷിൽ വലിയ പ്രാവീണ്യമൊന്നുമില്ല ചോദിച്ചാൽ എന്നോട് ഉള്ള കാര്യം. അവരുടെ ഹോണസ്റ്റി ഞാൻ അംഗീകരിക്കുന്നു.
സാറേ എനിക്ക് അത്ര വലിയ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊന്നുമില്ല. അവരോട് പറഞ്ഞത്, നിങ്ങൾ ഇതിനകത്തിൽ വിദ്യാഭ്യാസം ഒരു മാനദണ്ഡം അല്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. വിദ്യാഭ്യാസം മാനദണ്ഡമാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളുടെ ഈ രാജ്യത്തിൻ്റെ തന്നെ ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന പലർക്കും ആ പൊസിഷനിൽ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം ആ വിദ്യാഭ്യാസം മാത്രമല്ല ഇതിന് മാനദണ്ഡം. നിങ്ങളത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു കച്ചവടം ചെയ്യാനുള്ളൊരു മനോഭാവം, ഒരു കച്ചവട തന്ത്രം, അതാണ് എൻ്റെ കറക്റ്റ് വാക്ക്. ഒരു കച്ചവട തന്ത്രം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, അത്യാവശ്യം അന്ന് പറഞ്ഞ് അട്ടർ ഇതല്ല പറഞ്ഞത്, അത്യാവശ്യം നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയാമെങ്കിൽ, അത്യാവശ്യം നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിലനിന്ന് പോകാം. അതിന് യാതൊരു സംശയം വേണ്ട. അത് അടിവരയിട്ട് സുനിൽ ചെറിയാൻ 100% ഗ്യാരണ്ടി പറയുന്നു. നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയാവുന്നുണ്ടെങ്കിൽ, നിങ്ങളിത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിലനിന്ന് പോകാം. നിങ്ങൾ ഒരു ബിസിനസ് മെൻറ്റാലിറ്റിയുള്ള മനുഷ്യനാണോ? നിങ്ങൾക്ക് ഒരു കച്ചവട തന്ത്രം അറിയാവുന്ന ഒരാളാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ബിസിനസ്സിനെ പോലെയാണ് ഓപ്ഷൻ ട്രേഡിങ്ങും. നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കുക. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ കണക്കാക്കിയിരിക്കുന്നത് ഇതൊരു ബിസിനസ് രീതിയിൽ തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത്. ആ ടേംസിന് വരുന്ന സംഭവമാണ് ഓപ്ഷൻ ട്രേഡിങ്. ബിസിനസ് ഇൻകമായിട്ട് ഇതിനെ പരിഗണിക്കുന്നത്, ഇതിനകത്ത് വരുന്ന ഇൻകം. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തെറ്റിദ്ധാരണയൊക്കെ മാറ്റുക. നിങ്ങൾ കൃത്യമായി പഠിക്കുക. നിങ്ങൾക്ക് കിട്ടാവുന്നിടത്തോളം ന്യൂസുകൾ നിങ്ങൾ എവിടുന്നെങ്കിലുമൊക്കെ പരതിയെടുക്കുക. മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട, ഫിനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസുകൾ, കിട്ടാവുന്നിടത്തുള്ള ന്യൂസുകളൊക്കെ നിങ്ങൾ പരതുക. നിങ്ങൾ ഒരു പ്രാവശ്യം, ഇപ്പം AI കാലമാണ്. നിങ്ങളിപ്പോൾ ഒരു ന്യൂസ് ഏതെങ്കിലും ഒരു സെക്ടറിനെ പറ്റിയോ ഒരു ഏരിയയെ പറ്റിയോ നിങ്ങൾ ഒരു യൂട്യൂബിലൊരു കാര്യം അന്വേഷിച്ച് കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായിട്ട് പിന്നെ അതിൻ്റെ ബാക്കി പതുക്കെ തന്നെ വന്നോളും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അത് പിടിച്ച് ഒരു പിടിവള്ളി പോലെ നിങ്ങൾക്ക് വലിഞ്ഞ് കയറാൻ പറ്റും. ഞാൻ പറയാൻ മനസ്സിലായി. പലർക്കും ഞാൻ ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് അരോചകമായിട്ട് തോന്നും. പക്ഷേ ഞാൻ റിയൽ ഫാക്ടറാണ് ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഞാൻ എപ്പോഴും പറഞ്ഞില്ല, കുറുക്ക് വഴിയില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ കുറുക്ക് വഴിയില്ല. നിങ്ങൾ പഠിക്കുക. അത് ആ പഠിത്തത്തിൻ്റെ ക്ലിയർ എക്സാമ്പിളാണ് കഴിഞ്ഞ 2 ദിവസം നിങ്ങൾ കണ്ടത്. ഈ ആഴ്ച നിങ്ങളുടെ പോർട്ട്ഫോളിയോ പച്ച കത്തിച്ചത് എങ്ങനെയാണ് സ്വയം ചിന്തിച്ച് നോക്കുക. കഴിഞ്ഞ ഒരാഴ്ച നിങ്ങളുടെ പോർട്ട്ഫോളിയോ എങ്ങനെയാണ് പച്ച കത്തിച്ചത്? കഴിഞ്ഞ 2 ദിവസത്തെ ട്രേഡ് ബെനിഫിറ്റ് കൊണ്ടാണ്. കഴിഞ്ഞ 2 ദിവസം, അതായത് വ്യാഴം, തേഴ്സ്ഡേ, ഫ്രൈഡേ ഇല്ലേ, ഈ 2 ദിവസവും നമ്മൾ വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റ് പോയി. നമ്മൾ എങ്ങോട്ടാണ് മാർക്കറ്റിനെ വിചാരിച്ച് പോകുമെന്ന് വിചാരിച്ചത് ആ വഴിക്ക് തന്നെ പോയി. നിങ്ങൾ വിചാരിച്ച സ്ഥലത്തേക്ക് തന്നെ ട്രേഡ് പോയി ഇല്ലേ. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം നല്ല വെരി ഹ്യൂജ് പ്രോഫിറ്റിൽ പലർക്കും ഇറങ്ങാൻ പറ്റുന്നുണ്ട്. ചിലരൊക്കെ പറഞ്ഞേക്കുന്നത്, സാറേ ഈ വർഷം ഇനി ഞാൻ ട്രേഡ് ചെയ്യുന്നത് പറഞ്ഞേക്കുന്നത്. ആലോചിച്ച് നോക്കിയേ, ഈ വർഷം ഇന്ന് 6 മാസം ആയതേ ഉള്ളൂ, 7 മാസം ആവുന്നേ ഉള്ളൂ. ഈ വർഷം ഞാനിനി ട്രേഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ധാരാളം ആൾക്കാരുണ്ട്. ഒരാളൊന്നും അല്ല. ഈ മാസം ഇനി ഞാൻ സാറേ ട്രേഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. എൻ്റെ ലോസിൻ്റെ ഒരാൾ അയച്ച മാസം, സാറേ ഞാൻ ഉണ്ടാക്കിയ ലോസിൻ്റെ 25% ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഞാൻ ഉണ്ടാക്കിയ ലോസിൻ്റെ 25% ഞാൻ ഈ വീക്കിൽ റിക്കവറി ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. എങ്ങനെയാണ് സാധിക്കുന്നത്? അതാണ് പറഞ്ഞത്, നമ്മൾ കൃത്യമായ വിഷൻ. നമുക്കൊരു വിഷൻ വേണം. നമ്മൾ എന്താണ് ചെയ്യുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, നമ്മൾ നമ്മൾ ഇതിനെ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ളതിനൊക്കെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി. ഓക്കെ, ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാനീ പറഞ്ഞത് ഇത് കാണിച്ചത് ഇതിന് ഉദാഹരണമാണ് ഞാൻ കാണിച്ചത്. മനസ്സിലായി? അപ്പോൾ നമുക്ക് 2 ആഴ്ച മുന്നേ ഈ സ്ട്രക്ചർ മനസ്സിലാക്കാൻ പറ്റി. ഇതെങ്ങനെയാണ് മാർക്കറ്റ് പോകുന്നത്, മാർക്കറ്റിൻ്റെ ഗതി എങ്ങോട്ടാണ്, ഇതിനെ മാർക്കറ്റിൽ വരുന്ന കോർപ്പറേറ്റ് റിസൾട്ടുകൾ എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ചുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അല്ലാതെ ഇത് വലിയ സംഭവമൊന്നുമല്ല. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കുക. അപ്പം അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അത്ര വെച്ചത്. അപ്പോൾ നമുക്ക് ഇനി മാർക്കറ്റിലോട്ട് വരാം. ഈ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം ഇനി നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് സംശയമുണ്ട്. നിങ്ങൾക്ക് വലിയൊരു കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിങ്ങളുടെ എല്ലാവരും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വലിയൊരു മിഥ്യാധാരണ മാർക്കറ്റിൽ ഇപ്പോൾ ഉണ്ട്. എന്താണെന്ന് അറിയാമോ? നിങ്ങൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് മാർക്കറ്റിൽ ശ്രദ്ധിച്ച് കേൾക്കണം. കഴിഞ്ഞ 2 ദിവസമായിട്ട് മാർക്കറ്റിൽ അലയടിക്കുന്ന ഒരു സംഭവമാണ് ഇന്ത്യ UK. ഓക്കെ, ഇന്ത്യ UK ട്രേഡ് കരാർ. ഓക്കെ, ഒരാൾ വന്ന് എനിക്ക് ചോദിച്ചു, സാറേ ഇന്ത്യ UK ട്രേഡ് കരാർ ഇനി മാർക്കറ്റ് പറക്കുമായിരിക്കും മേലോട്ടില്ലേ? മാർക്കറ്റ് പറന്നോ? മാർക്കറ്റ് തലയും കുത്തി താഴോട്ടാണ് വീണത് ട്രേഡ് ഡീൽ സൈൻ കഴിഞ്ഞപ്പോൾ. മോദിയും പിന്നെ സ്റ്റാർഹാമർ തമ്മിൽ
പുള്ളിയുടെ പേര് ഹാമറോ അങ്ങനെ എന്തോ ഒരു പേരാണ്, പേര് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അവർ തമ്മിൽ ഇന്ത്യയുടെയും യു കെയുടെയും പ്രധാനമന്ത്രിമാർ തമ്മിൽ ഒരു ട്രേഡ് കരാർ ഒപ്പിട്ടു. അതിനകത്തിൽ ഭയങ്കരമായിട്ട് വിസ്കിക്കൊക്കെ ആദ്യം അതാ പറയുന്നത്, വിസ്കിക്കൊക്കെ ടാക്സ് ഇല്ല, ടാക്സ് കുറയും, കാറിന് ടാക്സ് കുറയും, ഫോറിൻ കാറുകളൊക്കെ ഇനിയും പകുതി പൈസയ്ക്ക് നമുക്കിവിടെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തള്ളി മറിക്കലായിരുന്നു. ഇപ്പോൾ ഉടനെ നടക്കും. എന്നിട്ട് എന്തൊരു സംഭവിച്ചോ? ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിച്ചല്ലോ ഇന്ത്യ യു കെ തമ്മിൽ ട്രേഡ് കരാർ നടന്നു, ഒപ്പിട്ടു, ഒക്കെ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് എന്താ മാർക്കറ്റ് അതിനോട് പ്രതികരിക്കാഞ്ഞത്? ഇതിൻ്റെ സത്യാവസ്ഥ എന്തെങ്കിലും അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ സത്യാവസ്ഥ? അപ്പോൾ ഈ വാർത്ത കേട്ടോണ്ട് പൊസിഷൻ എടുത്ത ധാരാളം പേരുണ്ട്. നാളെ രാത്രി നാളെ തന്നെ മാർക്കറ്റ് പറക്കും, ഇത്രയും വലിയ ബില്യൺ ഡോളറിൻ്റെ കരാറാണ് നടന്നത്, അതുകൊണ്ട് മാർക്കറ്റ് പറക്കും എന്ന് പറഞ്ഞ് പൊസിഷൻ എടുത്ത് ഹോൾഡ് ചെയ്ത് ധാരാളം ആൾക്കാരുണ്ട്. എന്താണെന്ന് സംഭവിക്കാഞ്ഞത്? അങ്ങോട്ടാണ് ഞാൻ വരുന്നത്. ഈ സംഭവം ഇപ്പോൾ ഇവർ ഉണ്ടാക്കിയ 2 കരാറില്ലേ, ഈ കരാർ തൽക്കാലം ഇപ്പം പേപ്പറിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ കരാറിന് അംഗീകാരം ലഭിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ്, ശ്രദ്ധിച്ച് കേൾക്കണം, ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇതിന് അംഗീകാരം ലഭിക്കണം. ഈ കരാറിന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇത് പാസ്സാക്കണം. ഈ കരാർ പാസ്സാക്കിയെങ്കിൽ മാത്രമേ ഈ ട്രേഡിന് അംഗീകാരം ലഭിക്കത്തുള്ളൂ. ആരെങ്കിലും ഇത് പറഞ്ഞോ? ഈ കാര്യം ആരെങ്കിലും പറഞ്ഞില്ല. 2030 ആകുമ്പോഴേ ഇതൊരു ഫുൾ സ്വിങ്ങിൽ വരത്തുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ ട്രേഡ് കരാറൊക്കെ ഒരു പൂർണ്ണ തോതിൽ പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ 2030 ആകും. അതായത് ഇന്നോ നാളെയോ അടുത്ത ദിവസമോ തൊട്ട് കയറ്റുമതിയോ ഇറക്കുമതിയോ ഉടനെ നടക്കാൻ പോവല്ല. ഇതൊന്നും അറിയാതെ ചുമ്മാതെ മാർക്കറ്റിൽ എവിടെങ്കിലും അറ്റവും മൂലം കേട്ടുകൊണ്ട് പൊസിഷൻ എടുക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു ന്യൂസ് കേൾക്കുമ്പം അതിൻ്റെ ഓതൻസിറ്റി, ഓക്കെ, അത് നിങ്ങൾ പരിശോധിക്കുക. അത് എത്രത്തോളം കറക്റ്റാണ്, അല്ലെ ആ പറയുന്ന കാര്യങ്ങളൊക്കെ ഉടനെ നടക്കാനുള്ള സാധ്യത ഉണ്ടോ, ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു ന്യൂസ് കിട്ടിയിട്ട് അതിൻ്റെ പുറകെ നിങ്ങൾ പോയി ട്രേഡ് എടുക്കുകയല്ല ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത കാര്യം, അത് കഴിഞ്ഞേ, അപ്പോൾ ആ കാര്യം കഴിഞ്ഞു. ഇനി അടുത്ത പ്രധാനപ്പെട്ട സംഭവമാണ് നമുക്ക് ഇന്ത്യ യു എസ് കരാർ. ഓക്കെ, ഇന്ത്യ യു എസ് കരാർ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. ഇത് പലർക്കും 15, ജപ്പാന് 15, 20, 19, 18, 10 ആ റേഞ്ചിലൊക്കെ പലർക്കും പറയുന്നുണ്ട്, ടാക്സ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം 200 ലെറ്ററോളം റെഡി ആയിട്ടിരിക്കുകയാണെന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ കാര്യം ഇവിടെ എങ്ങും പരാമർശിച്ചിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് ഇന്ത്യക്കെതിരെ പറയുന്നത്, ഗൂഗിളിൽ നിന്നും മൈക്രോസോഫ്റ്റിൽ നിന്നൊക്കെ ഇന്ത്യക്കാരെ ഒഴിവാക്കണം, ഇനി ഇന്ത്യക്കാരെ അവിടെ ജോലിക്കെടുക്കരുത് എന്ന് ഈ ട്രംപളിയൻ ഇരുന്ന് വിളിച്ച് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ഇന്ത്യക്ക് ഒരു നെഗറ്റീവ് സംഭവമാണ്. മനസ്സിലായി? ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന പല ഘടകങ്ങളാണ്. ഇതെങ്ങനെ സംഭവിക്കാൻ പോകുന്നതല്ല പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ വിടുവായുത്തരം പറയുമ്പോൾ ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിലെ വോളറ്റാലിറ്റി കൂട്ടും. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ മാർക്കറ്റിന് ഒരു ദിശയില്ല, എങ്ങോട്ട് പോകണം എന്നറിയാൻ വയ്യാതെ മാർക്കറ്റ് ഇങ്ങനെ കറങ്ങി നിൽക്കും. അതിനിടയിൽ മാർക്കറ്റ് വേണേൽ പൊട്ടി വീഴാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതിൻ്റെ കൂടെ പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ കണക്ക് ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന കോർപ്പറേറ്റ് റിസൾട്ടുകളെല്ലാം വളരെ മോശമാണ്. ഇപ്പോൾ ബാങ്കിങ് സെക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ICICI മാത്രമേ ഉള്ളൂ ചൊവ്വേ നേരെ പെർഫോം ചെയ്ത് അത്യാവശ്യം വലിയ തട്ടുകേടില്ലാതെ പോയത്. ICICI മാത്രമേ ഉള്ളൂ. എങ്കിലും അവരുടെ ഫ്യൂച്ചർ ഗൈഡൻസ് കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ, ബാക്കിയുള്ളവരെല്ലാം HDFC ബാങ്കാണ് ഏറ്റവും വലിയ ബാങ്ക്, അവരും പല ഉടായ്പകളും കാണിച്ചിട്ടുണ്ട്. ആക്സിസ് ബാങ്കിൻ്റെ മോശം. പിന്നെ ഇന്ന് കോട്ടക് ബാങ്കിൻ്റെ ഇന്ന് വന്നതാണ് ഞാൻ റിസൾട്ട് വായിച്ചത്. വളരെ മോശം റിസൾട്ടാണ്. അവർ NBA കൂടി, ഗ്രോസ് NBA കൂടി, പ്രോഫിറ്റ് കുറഞ്ഞു. ഇതൊക്കെ ബാങ്കിങ് സെക്ടറിൽ വളരെ പ്രശ്നമാണ്. അതുപോലെ തന്നെ ബജാജ് ഫിനാൻസിൻ്റെ റിസൾട്ടും മോശമാണ്. മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെ ഈ നമ്മുടെ മാർക്കറ്റിനെ താഴോട്ടടിക്കാനുള്ള കാരണങ്ങളാണ്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 1 നമ്മുടെ ട്രേഡ് ഡീലിൻ്റെ ഫൈനൽ ഡേ. ഈ ദിവസം എന്താണ് വരാൻ പോകുന്നത് മാർക്കറ്റ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഞാൻ പറഞ്ഞങ്ങ് നീണ്ടു പോകാം, എങ്കിലും നിങ്ങളിതൊക്കെ അറിയേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? ഓഗസ്റ്റ് 1 നടക്കുന്ന സംഭവങ്ങൾ മാർക്കറ്റ് ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് ഈ വലിയ പോസിറ്റീവ്നെസ് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ത്യയെ ബാധിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടി, ഇങ്ങനെ വലിയ താരിഫ് അടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇന്ത്യ ഡിഫൻസ് കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയുമായിട്ട്, US-ഉമായിട്ട് നല്ല വാങ്ങലുകൾ വാങ്ങിച്ചിട്ടുണ്ട്. നല്ലപോലെ ബില്യൺ കണക്കിന് ഡോളറിൻ്റെ ആയുധങ്ങൾ അല്ലെ വെടിക്കോപ്പുകളൊക്കെ സാധനങ്ങൾ US-ൽ നിന്ന് വാങ്ങിക്കാമെന്നൊരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഈ കരാർ ഉണ്ടാക്കിയപ്പം നമുക്ക് ഇത് കുറച്ച് കൊടുക്കും എന്നുള്ളൊരു ധാരണയിലാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത്. പക്ഷേ എത്രത്തോളം ഇത് പ്രാവർത്തികമാക്കും എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയണം. അപ്പം അമേരിക്ക എന്താ നോക്കുന്നത്, ഞാൻ പറഞ്ഞ പോലെ GM വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, അതായത് ജനിതക മാറ്റം വരുത്തിയ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത സാധനങ്ങൾ ഇറക്കാനാണ് അവർ നോക്കുന്നത് മാക്സിമം. പക്ഷേ ഇന്ത്യ ഒരിക്കലും സമ്മതിക്കത്തില്ല. അതുപോലെ തന്നെ ഡയറി ഉൽപ്പന്നങ്ങളും അങ്ങനെ പല കാര്യങ്ങളും ബൈ ഫോഴ്സിൽ അവർ ഇറക്കാൻ ഇങ്ങോട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അത് ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ റിലയൻസിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. റിലയൻസിനെ യൂറോപ്യൻ യൂണിയനെ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്ന കമ്പനികൾക്ക് എതിരെ സാങ്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് അവർ വരട്ടിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇത് റിലയൻസിനെ നല്ലപോലെ ബാധിക്കും. കാരണം റിലയൻസ് ഡീസൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ. അപ്പോൾ അതൊക്കെ ബാനാകുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസിൻ്റെ പ്രോഫിറ്റിൽ അല്ല വരുമാനത്തിലൊക്കെ വളരെ ഇടിവ് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആകെ പുകയാണ്. മനസ്സിലായോ പറഞ്ഞേ? ആകെ മൊത്തത്തിൽ ജഗപുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിക്കുക, അത്ര മാത്രമേ ഉള്ളൂ പറയാൻ. മാർക്കറ്റ് ഞാൻ നിങ്ങൾക്ക് പണ്ട് എന്നെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവരാണ്, അവർക്കറിയാം. 23 ഞാനത് പറയാം, അങ്ങോട്ട് വരട്ടെ. അപ്പോൾ നമുക്കിനി മാർക്കറ്റിലോട്ട് വരാം. ഇപ്പോൾ ഇത്രയും ഞാൻ സമ്മറി പറഞ്ഞത് നിങ്ങളുടെ അറിയാത്തവർക്ക് ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും സമ്മറി നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, നമുക്കിനി നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് വരാം. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് ഡേ ചാർട്ടിലോട്ട് പോകാം. ഓക്കെ, വരകളൊന്നും മാറ്റുന്നില്ല കേട്ടോ, വരകളൊന്നും മാറ്റുന്നില്ല. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൽക്കാലം വരയെന്ന് കുറച്ച് മായ്ക്കാം. ഓക്കെ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാവും. എന്താ സംഭവിച്ചത്? വളരെ ഒരു ബെയറിഷ് മർബോസു എന്ന് വലുതാക്കാം. കണ്ടോ? ഒരു ബെയറിഷ് മർബോസുമാണ്. നല്ല സ്ട്രോങ് ഒരു സെല്ലിംഗ് ക്യാൻഡിലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കണ്ടോ? ഇതിൻ്റെ പവർ നോക്കിക്കേ. കഴിഞ്ഞ ദിവസവും ഇതുപോലെ തന്നെ ഒരു സ്ട്രോങ് ക്യാൻഡിലാണ് ഉണ്ടാക്കുന്നത്. അതിന് ഉപോത്ബലമായിട്ടാണ് താഴോട്ട് വീണ്ടും ഒരു സാധനം വന്നേക്കുന്നത്. കണ്ടോ? അതിനെ പിന്നെ ചുവട് പിടിച്ച് വീണ്ടും ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും വളരെ സ്ട്രോങ് ക്യാൻഡിലാണ്, വെരി സ്ട്രോങ് ക്യാൻഡിലാണ്. നമുക്കിനി വീക്കിലി നോക്കാം. വീക്കിലി നോക്കിയില്ല, ഒന്ന് നോക്കിയേക്കാം ചുമ്മാ. എന്താണെന്ന് നോക്കിക്കേ. വീക്കിലിയുടെ അവസ്ഥയെ നോക്കിക്കേ. വെരി സ്ട്രോങ് സെല്ലിംഗ് ആണ്. കഴിഞ്ഞ 4 ആഴ്ച കൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് സെല്ലിംഗ് ആണ് വീക്കിലി ബേസിസിൽ നടക്കുന്നത്. കണ്ടോ? ഈ ഒരു ദിവസം കൊണ്ടുണ്ടായ സാധനം 4 ദിവസം കൊണ്ട് പിന്നെ ഒരു വീക്ക് കൊണ്ടുണ്ടാക്കിയ പ്രോഫിറ്റ് കയറ്റം മുഴുവൻ ഒരു മാസം കൊണ്ട് അടിച്ച് താഴെ ഇട്ടു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ വീക്കിലി നോക്കിക്കേ. ഇവിടെ നിങ്ങൾ വീക്കിലി നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. വളരെ കറക്റ്റ് സപ്പോർട്ടിലാണ്, ഇല്ലേ? കറക്റ്റ് വീക്കിലി സപ്പോർട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. കണ്ടോ? ഇതിന് താഴെ പോയാൽ ഈ സാധനം ഇവിടം വരെ വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടം വരെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 24,400 ആ റേഞ്ചൊക്കെയാണ്. ആ റേഞ്ച്, അതിന് മുന്നേ വേറൊരു റേഞ്ച് ഉണ്ട്, ഞാൻ പറയാം. ഓക്കെ, അപ്പം ഇവിടം വരെയൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഇത്രയാണ് 24,400 500 റേഞ്ചിലോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത ആഴ്ചയും ഇതുപോലെ തന്നെ ഒരു ബെയറിഷ് ക്യാൻഡിൽ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ ഞാൻ നോക്കിയാൽ സ്ട്രോങ് റിജക്ഷൻ കൂടെ. കണ്ടോ? ഈ ക്യാൻഡിൽ നോക്കിയാൽ, ഈ വീക്കിലി ക്യാൻഡിൽ നോക്കിയേ, സ്ട്രോങ് റിജക്ഷനോട് കൂടെയാണ് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു ശകലം പോലും വിക്കില്ല താഴെ. നിങ്ങൾ കണ്ടോ? അപ്പോൾ സ്ട്രോങ് സെല്ലിംഗ് ആയിട്ടാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമുക്കപ്പോൾ ഡെയിലിയിലോട്ട് തന്നെ വരാം. അപ്പോൾ ഡെയിലി ഇത്രയും
സംഭവ വികാസങ്ങളിലൂടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ദിവസം എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം, നമുക്ക് ഇത് ഡെയിലി വൈസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 24,500 സൈക്കോളജി കൂടെ കൂട്ടിക്കോ, കറക്റ്റാണ് കേട്ടോ, കറക്റ്റാണ് 24,502 ആ റേഞ്ചിൽ വരുന്നുണ്ട്. 24,502 എന്ന് പറയുന്നത് നമുക്ക് 24,500 തന്നെ കൂട്ടാം, അല്ല വേണ്ട 502 തന്നെ കിടന്നോട്ടെ, നമ്മളത് മാറ്റാനൊന്നും പോകണ്ട. 24,502 ഓക്കെ, കറക്റ്റാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, സാർ എന്തിനാണ് ഇങ്ങനെ വരയ്ക്കാൻ കിടന്ന് കഷ്ടപ്പെടുന്നത്? ഡബിൾ ക്ലിക്ക് ചെയ്ത് അവിടെ അടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഡബിൾ ക്ലിക്ക് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വരും, എനിക്കിവിടെ എത്രയാണ് പോയിൻ്റ്, ആ പോയിൻ്റ് അടിച്ചു കൊടുക്കാൻ തുടങ്ങി കറക്റ്റ് അവിടെ വരത്തില്ലെന്ന് ചോദിച്ചു. ശരിയാണ്, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുമ്പം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. ഞാൻ എങ്ങനെയാണ് അവിടെ വരയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ല. മനസ്സിലായോ? 23 ഇതിപ്പോൾ ഞാൻ 500 അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 500 അടിച്ചേക്കാം. ഓക്കെ, 500 അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ പോയിൻ്റ് വന്ന് കറക്റ്റ് നിൽക്കും. പക്ഷേ അപ്പോൾ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ പരിധി വരയ്ക്കുമ്പോൾ നിങ്ങൾക്കൂടെ അത്യാവശ്യം നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനവിടെ വരയ്ക്കുന്നത്. വലുതാക്കി കാണിക്കാം. ഓക്കെ, അപ്പം ഈ 23,500 കണ്ടോ, 24,500 എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു മേജർ സപ്പോർട്ടാണ്. പല പ്രാവശ്യം മാർക്കറ്റ് അവിടെ വന്നിട്ട് ഈ വരകളൊന്നും ഞാൻ വായിക്കത്തില്ല, വരകളൊക്കെ ആവശ്യമുള്ളതാണ്. ഇതിനും മുന്നേ വരച്ച വരകളൊക്കെ ഓരോരുത്തരുടെ ചാർട്ടിലുണ്ട്, അത് വെച്ചിട്ട് അവർ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ കിടന്നോട്ടെ. ഇപ്പം നാട്ടുകാർ വേണമെങ്കിൽ ചോദിക്കും, പിന്നെ ഇത് മുഴുവൻ വരകളൊന്നും വായിക്കാൻ എനിക്ക് തൽക്കാലം പറ്റത്തില്ല. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വര നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ കൃത്യമായിട്ട് റെസിസ്റ്റൻസ് 1, ഇവിടെ 2, 3 പ്രാവശ്യം റെസിസ്റ്റൻസ്, ഇവിടെ 1 സപ്പോർട്ട് എടുത്ത് 1, 2, 3, 4, 5, 6, 7 അങ്ങനെ പല പ്രാവശ്യം ഇവിടെ സപ്പോർട്ട് എടുത്ത ഏരിയയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഏരിയയിലോട്ട് വരാനുള്ള സാധ്യത 24,500 എന്ന പോയിന്റിലോട്ട് വീക്കിലി ബേസിസിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ 800 പോയിൻ്റ് ഉണ്ട്, 800 പോയിൻറ്റിൻ്റെ ദൂരമുണ്ട്. ഓക്കെ, ഒരു പക്ഷെങ്കിൽ ഒരു ഫോള് കിട്ടിയാൽ ഇവിടെ വരെ വന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാര്യം എന്താണ്? പ്രീവിയസ് ഹിസ്റ്ററി നമ്മൾ നോക്കിക്കേ, പല പ്രാവശ്യം മാർക്കറ്റ് മുകളിലോട്ട് പോയെങ്കിൽ ഈ 24,500 എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ ഏരിയയാണ്, ഇല്ലേ? ഈ 24,500 പല പ്രാവശ്യം വന്ന് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ടെസ്റ്റ് ചെയ്തിട്ടാണ് തിരിച്ചു പോയത്. അത് നോക്കിക്കേ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി. ഇവിടെ നോക്കി, ഇവിടെ നേരെ താഴെ വന്നു, ഇവിടെ നേരെ താഴെ വന്നു, തിരിച്ചു പോയി, താഴെ വന്നു, തിരിച്ചു പോയി, വീണ്ടും താഴെ വന്നു, തിരിച്ചു പോയി, വീണ്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചരിത്രം ആവർത്തിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ സാധനം ഇവിടെ വരെ വന്ന് തിരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ നിലവിൽ ഡേ ക്യാൻഡിൽ വെച്ച് നോക്കിയാലുള്ള ഒരു മെയിൻ സംഭവം. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പം ഇനി നമുക്ക് ഇൻട്രാഡേയിലോട്ട് വരാം. ഇൻട്രാഡേയിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് കളികളിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ കുറേ ലൈനുകൾ വേണമെങ്കിൽ മായ്ച്ചു കളയാം, മൊത്തത്തിൽ ലൈനുകളല്ലേ. 25, 106 ഇതൊക്കെ അങ്ങ് പോട്ടെ, അത് വേണ്ട, പോട്ടെ. വരച്ചിട്ട് കേട്ടോ, നിങ്ങളുടെ വരയിൽ നിന്ന് മായ്ക്കും. ചിലരൊക്കെ ഒത്തിരി പേര് ധാരാളം വര മായ്ക്കിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നോക്കേണ്ടത് എന്താണ്? ഓൾറെഡി നമ്മളെല്ലാം വരച്ചിട്ടേക്കാണ്, നമുക്ക് ഇത്രയും മതി. അപ്പോൾ നമുക്ക് നാളെ എന്താ നോക്കേണ്ടത്? മാർക്കറ്റ് ഇപ്പം നിലവിലെ കണ്ടീഷൻ അനുസരിച്ച് ഒരു ഫ്ലാറ്റ് നെഗറ്റീവാണ് നിലവിൽ മാർക്കറ്റ് ഓടുന്നത്. ഓക്കെ, ഒരു ഫ്ലാറ്റ് നെഗറ്റീവാണ്, ഫ്ലാറ്റ് ടു നെഗറ്റീവ്. ഓക്കെ, നമുക്കിത് നോക്കാം. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി എങ്ങനെ ക്ലോസ് ചെയ്തേക്കുന്നത് നോക്കിയിട്ട്. ഗിഫ്റ്റ് നിഫ്റ്റി എങ്ങനെ ക്ലോസ് ചെയ്തേക്കുന്നത്? ഗിഫ്റ്റ് നിഫ്റ്റി 24,842, ഈ ചെറിയ നെഗറ്റീവ് ഒരു 842. ഓക്കെ, ചെറിയ ഒരു 10, 30, 40 പോയിൻറ്റിൻ്റെ നെഗറ്റീവിലാണ് നിലവിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഓടുന്നത്, ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ഓപ്പണിങ്, ചെറിയൊരു നെഗറ്റീവ്, ഒരു 30, 40 അല്ലെ മാക്സിമം 50 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് സാധ്യത വളരെ കൂടുതൽ. ഫ്ലാറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു 50 പോയിൻ്റ് ഗ്യാപ്പ് ഡൗൺ ആണ് നിലവിലത്തെ അവസ്ഥ അനുസരിച്ച് മാർക്കറ്റിൽ കാണാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഈ ഏരിയയിൽ അങ്ങനെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24,770 ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക. 24,770 ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക. ബ്രേക്ക് ചെയ്താൽ നമുക്ക് താഴോട്ട് നമുക്ക് നോക്കാം. അല്ല മോളോട്ടാണ്, ചെറിയ ഗ്യാപ്പ് അപ്പിലോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഈ ഏരിയയിൽ വല്ല ഓപ്പൺ ആകുകയാണെന്നുണ്ടെങ്കിൽ ഈ 24,920 ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക. 24,920 ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഒരു അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴും കൺഫർമേഷൻ 25,000 ആണ്. ഓക്കെ, 25,000 ക്രോസ് ചെയ്യാതെ നമുക്കൊരു ബുള്ളിഷ് കൺഫർമേഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലിരിക്കണം. ഒരു ബുള്ളിഷ് കൺഫർമേഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും 25,000 കടക്കണം. ഇൻട്രാഡേ ബേസിസിലെ ചെറിയ ഷോർട്ട് ട്രേഡുകൾക്ക് നമുക്ക് 24,920
മുതൽ 25,000 വരെ നമുക്ക് ഉപയോഗിക്കാം. അത് ഡിപ്പെൻഡ് ഓൺ ദ സിറ്റുവേഷൻ. ഓക്കെ, താഴോട്ട് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ നേരെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 24 ഈ റേഞ്ചിനകത്ത്, ഓക്കെ, 24,850-നും 24,770-നും ഇടയ്ക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് വരാനുള്ള സാധ്യത, 24,670, 24,500 ഏരിയയൊക്കെ കാണാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഈ ആഴ്ച വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. പ്രധാനപ്പെട്ട ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ അത്രയും ദൂരം വരുമോ എന്ന് എനിക്കറിയത്തില്ല, ഫോളോ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ 23,800 നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, 23,800 ഈ 23,800 എന്ന് പറയുന്നത് ഞാൻ ചുമ്മാ നിങ്ങൾക്ക് പറയുകയാണ്, നിങ്ങൾ ഓർത്തിട്ടുണ്ടാണ്. പണ്ട് തൊട്ടേ നമ്മൾ വരച്ചിരിക്കുന്ന ഒരു വരയാണ്, ഇതൊരു തലവരയാണ്. 23,810 എന്ന് പറഞ്ഞൊരു ലൈൻ. ഇത് ഞാൻ ഇച്ചിരി വലുതാക്കി ഇട്ടേക്കാം, അല്ലെങ്കിൽ ഒരു ഡിഫറൻറ്റ് കളർ കൊടുക്കാം. നിങ്ങൾ ഓർത്ത് വെച്ചോണം, ഈ ലൈൻ 23,800 എന്ന് പറയുന്നത് ഒരു മേജർ തലവരയാണ്. അവിടെ വരെ മാർക്കറ്റ് വരും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെങ്കിൽ ഒരു ബ്ലൂ ലൈൻ കൊടുത്തിട്ടേക്കാം. ഓക്കെ, 23,810 എന്ന് പറഞ്ഞൊരു മേജർ സപ്പോർട്ട്. ഓക്കെ, നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് താഴെ വന്നാൽ 23,810 ബ്രേക്ക് ചെയ്ത് താഴെ പോകാൻ സാധ്യത വളരെ കുറവാണ്. അഥവാ അങ്ങനെ ബ്രേക്ക് ചെയ്ത് പോയാൽ പിന്നെ നല്ലൊരു ഫർദർ ഫോൾ നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത് ജസ്റ്റ് മാർക്ക് ചെയ്ത് നിങ്ങൾ വെച്ചോ. ഇത് പണ്ട് തൊട്ടേ നമ്മുടെ കയ്യിലുള്ള ഒരു സംഭവം. വേണം ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. ഒരു 45 മിനിറ്റ്സിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നോക്കട്ടെ. കാണുന്നില്ല. പണ്ട് ഞാനിവിടെ വരച്ചിട്ടിരുന്ന വരയുണ്ട് 23,800. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. അത് എന്തുകൊണ്ട് ഞാനിങ്ങനെ അതാ നോക്കിക്കേ. എന്തുകൊണ്ട് ഞാനിങ്ങനെ പറയാം. ഇവിടെ നോക്കി ഇവിടെ ഉണ്ട് സാധനം. ഇവിടെ നോക്കി, കണ്ടോ ഈ സാധനം കണ്ടോ? അതാണ്ട് ഇത്. അതായത് ഇവിടെ ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ചെയ്ത് പോയൊരു സംഭവമാണിത്. മനസ്സിലായി? അങ്ങനെ ബ്രേക്ക് ചെയ്ത് പോയ ഒരു സാധനം. ഇത് വിട്ടേരെ. ഇത് അൺഎക്സ്പെക്റ്റഡായിട്ട് വന്ന ഫോളാണ്. ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് പോയൊരു സംഭവമാണിത്, ഇല്ലേ? അപ്പോൾ അത് ശേഷം ഇത് വന്ന് ബ്രേക്ക് ചെയ്ത് താഴെ പോകുമെന്നുള്ളത് ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് 23,800 കാണാപ്പാടം മനസ്സിലിങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് പല പ്രാവശ്യം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം, കണ്ടോ? 1, 2, 3, 4, 5, 6, 7, 8, 9 പല പ്രാവശ്യം ഇവിടെ വന്ന് സപ്പോർട്ട് റെസൻസോ എടുത്ത് പല പ്രാവശ്യം എടുത്ത ഒരു മേജർ ലൈനാണ് 23,800. അതുകൊണ്ടാണ് ഞാൻ ആ ലൈനിൻ്റെ കാര്യം പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് കാര്യം ഇപ്പം പിടികിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അത്രയേ ഉള്ളൂ അതിനകത്ത് പറയാൻ. അപ്പം ഇനി നിങ്ങൾ മാർക്കറ്റിൽ ഇന്നിപ്പോൾ എനിക്ക് ഒരു പൊസിഷൻ പോലും ഞാൻ ഹോൾഡ് ചെയ്യുന്നില്ല. കാരണം എല്ലാ പൊസിഷനും ഞാൻ എക്സിറ്റ് ചെയ്ത് നല്ല പ്രോഫിറ്റ് വാങ്ങിച്ച് എല്ലാ പൊസിഷനും എക്സിറ്റ് ചെയ്ത് വളരെ സമാധാനത്തോടിരിക്കുകയാണ്. ഇനി തിങ്കളാഴ്ച മാർക്കറ്റ് എന്ത് തുടങ്ങും, എങ്ങനെ തുടങ്ങും, എവിടെ തുടങ്ങും എന്നൊക്കെ ആലോചിച്ചിട്ട് മാത്രമേ ഒരു ട്രേഡിനെ പറ്റി ചിന്തിക്കത്തുള്ളൂ. ട്രേഡ് ഇല്ലെങ്കിൽ ഇല്ല, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്യുക. പുതുതായിട്ട് നമ്മൾ ഒരു വരയും വരച്ചില്ല, പഴയ വരകളൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോവാം. അപ്പോൾ അത്രയും ഭാഗം പറഞ്ഞുകൊണ്ട് അവസാനിച്ചു. ഇപ്പോൾ എന്തായാലും 30 മിനിറ്റിന് മേളിൽ പോകുന്നു വീഡിയോ. ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് പറയുന്നത്? ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞു, ബാങ്ക് നിഫ്റ്റി പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ വരച്ച ലൈനിലൊക്കെ തന്നെയാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. അതൊക്കെ പോട്ടെ, നമ്മൾ വരച്ച ഇവിടെ വേറെ വരകളൊന്നും വരയ്ക്കാനില്ല. മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിന് ആശ്രയിച്ച് അതായത് നമ്മളുടെ വര ഓക്കെയാണ്. ബാങ്കുകൾ, അതായത് HDFC, ICICI, കോട്ടക്. ഓക്കെ, നാളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോട്ടക്കിനെയാണ്. തിങ്കളാഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോട്ടക് ബാങ്കിനെയാണ്. കാരണം കൂടെ പറഞ്ഞുതരാം. കോട്ടക്കിൻ്റെ റിസൾട്ട് മോശമാണ്. ഓക്കെ, കോട്ടക്കിൻ്റെ റിസൾട്ട് മോശമാണ്. അപ്പോൾ അതുകൊണ്ട് കോട്ടക് ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈന്ന് പെതുക്കെ അരിഞ്ഞരിഞ്ഞ് താഴോട്ട് വരുവാണ്. ഓക്കെ, അരിഞ്ഞരിഞ്ഞ് താഴോട്ട് വരുവാണ്. ഇതൊരു മേജർ ട്രെൻഡ് ലൈനാണ് കോട്ടക്കിൻ്റെ. ഈ ട്രെൻഡ് ലൈൻ പൊട്ടി ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എത്ര പേർക്ക് ഓർമ്മ നിർത്തില്ല. ഈ 2111 ഓർത്ത് വെച്ചു. 2111 ഓക്കെ, 2121 ഇപ്പോഴത്തെ സപ്പോർട്ടാണ്. പല പ്രാവശ്യം സപ്പോർട്ട് എടുത്ത ഏരിയയാണ്. 2121 പൊട്ടി ഈ ട്രെൻഡ് ലൈനും പൊട്ടിച്ച് താഴെ വരുവാണെന്നുണ്ടെങ്കിൽ 211 പൊട്ടി താഴെ പോയി 15 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കോട്ടക് ബാങ്ക് പൊട്ടും, നല്ല വൃത്തിയായിട്ട് പൊട്ടും. അപ്പം ജസ്റ്റ് ഒന്ന് വരച്ചിട്ടേക്കാം. നോക്കാം, 2111 എവിടെ ഓൾറെഡി പണ്ടേ വരച്ചിട്ടേക്കുന്നത്. ഓക്കെ, അതിന് താഴെ 2065. ഓക്കെ, ഇതൊന്നും മാറ്റം വരയ്ക്ക് പണ്ടേ വരച്ചിട്ടേക്കുന്ന സാധനമാണ്. ഈ HDFC ഈ കോട്ടക്കിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാനിതൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഇത് കഴിഞ്ഞ 5 വർഷമായിട്ട് 5 കാശിൻ്റെ പ്രയോജനം കൊടുക്കാത്തൊരു സംഭവം. അത് കണ്ടോ, പണ്ട് ഞാൻ എഴുതിയിട്ടിരുന്ന കണ്ടോ, ഈ 2021 ഹൈ ആയത് 2253 2021 ഇത് പണ്ട് എഴുതിയിട്ടിരുന്ന ഓൾ ടൈം ഹൈ അടിച്ചിരുന്ന സാധനമാണ്.
അതിനുശേഷം ഈ പ്രാവശ്യം 5 വർഷത്തിന് ശേഷം വീണ്ടും അണ്ണം വന്ന് ഓൾ ടൈം ഹൈ അടിച്ചിട്ട് നേരെ തിരിച്ചു പോയി. ഈ ചരിത്രം ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റ് തിരിച്ച് ഇവിടെ വരും. 1690 പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നില്ല. പക്ഷേങ്കിൽ ഇത് ഈ 2011 പൊട്ടി തിരിച്ച് താഴെ 2000 താഴെ പോയാൽ 2000 താഴെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ റേഞ്ചിൽ ഇത് കണ്ടോ, ഈ റേഞ്ച് കണ്ടോ, ഒരു ബോക്സ് പാറ്റേൺ കണ്ടോ, ഇതിനകത്ത് വന്ന് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ റിസൾട്ടും കൂടെ ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ 1928 വരാനുള്ള സാധ്യത. 1928 ഓർത്ത് വെച്ചോ കേട്ടോ. 1978 എൻ്റെ ബർത്ത്ഡേ ഇവിടെ ഉണ്ട്. ഷടാ, എൻ്റെ ബർത്ത്ഡേ എല്ലായിടത്തും ഉണ്ടോ? 1978 ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോട്ടയ്ക്കിൻ്റെ കാര്യം അധോഗതിയായിരിക്കും. അപ്പം നിങ്ങളിത് മറക്കരുത്, കോട്ടയ്ക്കിനെ വാങ്ങിക്കുക. അപ്പം തിങ്കളാഴ്ച കോട്ടക്കായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളെ ബാങ്കിനെ നയിക്കുന്ന സംഭവം. അതിനുശേഷം HDFC വീണ്ടും അണ്ണൻ എവിടെ വന്നു? വീണ്ടും അണ്ണൻ 2007 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിനി അവിടെ ശ്രദ്ധിക്കേണ്ടത്, എല്ലാവർക്കും കാണാപ്പാടം അറിയാം ഇല്ലേ? എല്ലാവർക്കും കാണാപ്പാടം അറിയാം. എത്രയാണ്? 1992, 2000, 1993, 1993, 1978, പിന്നെ 1956. ഓക്കെ, ഈ ഏരിയകളൊക്കെയാണ്. ഇതെല്ലാം കാണാപ്പാടം പഠിച്ച് വെച്ചോ. സാധനം ഇങ്ങോട്ട് വരാനുള്ള 2000 പൊട്ടിയാൽ അടുത്ത 1993, അതും പൊട്ടിക്കഴിഞ്ഞാൽ നേരെ 1978. ഇത്രയാണ് HDFC പറ്റി പറയാനുള്ളത്. സൂക്ഷിക്കുക. പിടിച്ചു നിൽക്കുന്നത് ICICI മാത്രമേ ഉള്ളൂ. ഓക്കെ, ആക്സിസ് ബാങ്ക് ഓൾമോസ്റ്റ് വീണു, ഓൾമോസ്റ്റ് താഴെ നല്ല ഫോളിലാണ്. ഈ നമ്മളുടെ അനലിസ്റ്റുകൾ പറയുന്നത് 1050 എത്തുമെന്നാണ് പറയുന്നത്. 1050 എത്താൻ ഈ കുറച്ചുകൂടി സ്ഥലമുണ്ട്. 1060 ഞാൻ വരച്ചിട്ടേക്കുന്നത്. ഓക്കെ, ഈ ഏരിയയിലൊക്കെ എത്താനുള്ള സാധ്യത ആക്സിസ് ബാങ്കിലുണ്ടെന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബോട്ടം ഏരിയ വരുവാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ബൈ ചെയ്യാനുള്ള നല്ല അവസരം ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഓർത്ത് ഞാനൊരു മെമ്പേഴ്സിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ വലിയ സ്റ്റോക്കുകളൊന്നുമില്ല. പക്ഷേ ചെറിയ ഒരു ഓപ്പർച്യൂണിറ്റി പറയാനുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ഇന്ന് രാത്രി ചെയ്യുന്നുണ്ട്. നാളെ രാവിലെ പോസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, മെമ്പേഴ്സ് ഓൺലി മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അത് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ യൂട്യൂബിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്ക് മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അവിടെ 88 രൂപ എങ്ങാണ്ടേ ഉള്ളൂ ആ ഒരു സബ്സ്ക്രിപ്ഷന്. യൂട്യൂബ് തരുന്നതാണ്. എനിക്ക് യാതൊരു നിർബന്ധമില്ല. എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണത്. അത് ആ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ക്ലിക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു പ്രത്യുപകാരം എന്ന രീതിയിലുള്ള, അല്ലാതെ ഇത് വലിയ മാൻഡേറ്ററി കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രം, ആ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തവർക്ക് മാത്രമേ ആ വീഡിയോ കാണാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് കുറച്ചൊരു ചെറിയ സജഷൻസ് ഒത്തു വന്നിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ പറയാം. ഓക്കെ, അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വിട്ടത് നമ്മൾ അടിപൊളിയായിട്ട് പറന്നില്ലേ? അപ്പം എല്ലാവരും നല്ലപോലെ പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്, ഞാൻ പറയാം. ഓക്കെ, അത് വിശദമായിട്ട് അവിടെ സംസാരിക്കാം. ഇപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കും, ഇവിടെ സമയമില്ല. അപ്പം നിങ്ങൾ തിങ്കളാഴ്ച കോട്ടക് ബാങ്കിനെ, HDFCയും ആക്സിസ് ബാങ്കിനെ, ICICI ഈ 4 ബാങ്കിനെ നിങ്ങൾ നോക്കുക. റിലയൻസിൻ്റെ കാര്യം വളരെ പരിതാപകരമാണ്. ഇതൊക്കെയാണ് പ്രശ്നം. നമ്മുടെ ഈ UK ആയിട്ടുള്ള സാങ്ഷൻ്റെ പ്രശ്നത്തിൽ ഡീസൽ എക്സ്പോർട്സിനൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെയാണ് പിന്നെ റിലയൻസ് ഇങ്ങനെ ആടിക്കളിച്ച് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത ദിവസങ്ങളിൽ റിലയൻസിന് എന്താണ് സംഭവിക്കുന്നതെന്ന്. റിലയൻസ് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. റിലയൻസ് നമുക്ക് 1397, 1400 താഴെയാണ് ക്ലോസിങ് വന്നിരിക്കുന്നത്. അപ്പോൾ 1400 താഴെ ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ ഇത് വരച്ചിട്ടില്ല അല്ലേ? വരച്ചിട്ടേക്കാം. 45 മിനിറ്റ്സോട്ടൊന്ന് മാറ്റിയേക്കാം. ജസ്റ്റ് ഒന്ന് റിലയൻസ് വരച്ചിട്ടേക്കാം. 1300 വരച്ചിട്ടുണ്ടല്ലോ അവിടെ. 1323 അടുത്തത് നോക്കട്ടെ. ഡേ ക്യാൻഡലിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരച്ചിട്ടിട്ടുണ്ട്. 1323 പിന്നെ വേറെ വരയ്ക്കാനൊന്നും ഇല്ല ഇവിടെ. 1323 വരെ വരച്ചാൽ മതി ഇല്ലേ? അതിന് താഴെ പോവും. 1323 മേജർ സപ്പോർട്ടാണ്. മേജർ റെസിസ്റ്റൻസ് അല്ല, സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് 1391 താഴെ പോയാൽ, ഇപ്പോൾ അവിടെ താഴെയാണ്. അപ്പോൾ 1323 വരാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ നോക്കിയാൽ വല്ലതും ഉണ്ടോ? ഇവിടെ ഒരു ചെറിയ വരയ്ക്കുള്ള വകുപ്പുണ്ട് കേട്ടോ. ഒരു ചെറിയ വരയ്ക്കുള്ള വകുപ്പുണ്ട്. ഇത് ചെറിയ വരയ്ക്കുള്ള വകുപ്പ്. ഓക്കെ, അവിടെ കടന്നോട്ടെ. 1368. ആ ചേട്ടൻ പറഞ്ഞ പോലെ ഇനി ടൈപ്പ് ചെയ്തിട്ടേക്കാം. 1368. ഓക്കെ, അപ്പോൾ അത്രയുള്ള റിലയൻസിനെ പറ്റി. റിലയൻസും വാച്ച് ചെയ്യുക, എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഈ ആഴ്ച എക്സ്പയറിയാണ്, മന്ത്ലി എക്സ്പയറിയാണ്. സൂക്ഷിച്ച് കണ്ടു ട്രേഡ് ചെയ്യണം. DK വളരെ കൂടുതലായിരിക്കും. ഓരോ സ്റ്റെപ്പും വെക്കുന്നത് സൂക്ഷിച്ച് വേണം. ഇല്ലെങ്കിൽ അടുത്ത എക്സ്പയറിയിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ആഴ്ച നല്ലപോലെ DK പെട്ടെന്ന് തന്നെ ഫ്ലക്ച്വേറ്റ് ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രോഫിറ്റ് ഉണ്ടാക്കിയവരൊക്കെ നിങ്ങളുടെ മിടുക്ക് മാത്രമൊന്നും പറയണ്ട. അവിടെ വേറൊരു സംഭവം കൂടെ, ഞാനത് പറയാൻ വിട്ടുപോയി. വേറൊരു സംഭവം കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ. എന്താണെന്നറിയാമോ?
5% വിക്സ് കയറി. ഇതാ നോക്ക്, കണ്ടോ? 5% വിക്സ് കയറിയോണ്ടാണ് നിങ്ങൾക്ക് ഇത് ഡെയിലല്ലേ, കണ്ടോ? 5% ഇവിടുന്ന് ഇത്രയും വിക്സ് മേലോട്ട് കയറിയോണ്ടാണ് നിങ്ങൾക്ക് പ്രീമിയത്തിനകത്തിലും കുറച്ചൊക്കെ അപ്രീസിയേഷൻ കിട്ടിയത്. അപ്പം നിങ്ങളുടെ പ്രോഫിറ്റ് 25% വിക്സ് സംഭാവന ചെയ്താണ്, മറക്കല്ല കേട്ടോ. വിക്സിനെ പറ്റി അറിയാത്തവർ വിക്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, സെർച്ച് ചെയ്താൽ മതി, അത് കിട്ടും, അത് കാണുക. ഓക്കെ, അപ്പം വിക്സിൻ്റെ ഒരു സഹായം കൂടെ ഉണ്ട് നിങ്ങളുടെ പ്രോഫിറ്റിനകത്തിൽ, അതുകൂടെ നിങ്ങൾ മറന്നുപോകില്ല. അപ്പം അത് അടുത്തൊന്നും ഉണ്ടല്ലോ, നിഫ്റ്റി നിങ്ങൾ മടുത്ത് കാണും ഇല്ലേ, എനിക്കറിയാം. എങ്കിലും നമ്മുടെ കറക്റ്റ് സപ്പോർട്ടിലാണ് സംഭവം വന്ന് നിൽക്കുന്നത്. 12,915. ഓക്കെ, 12,840 പൊട്ടിയാൽ പിന്നെ അണ്ണൻ താഴോട്ട് വരും. അപ്പം 12,840 ശ്രദ്ധിക്കുക, 840 ശ്രദ്ധിച്ച് താഴെ പോയാൽ പിന്നെ താഴോട്ട് തന്നെ വരും. അപ്പം ഇത് ട്രേഡ് ചെയ്യുന്നവർ 2 കാര്യം ശ്രദ്ധിക്കുക. 1 BSE ശ്രദ്ധിക്കുക, 2 മാക്സ് ഹെൽത്തിനെ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ അടുത്ത ദിവസങ്ങളിൽ പെർസിസ്റ്റൻ്റ് സിസ്റ്റം, കോഫോർജിൻ്റെയൊക്കെ റിസൾട്ട് വരുന്നുണ്ട്. ഡേറ്റ് എന്നാന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ നോക്കുക. ഇവരൊക്കെയാണ് ഇതിനകത്തിൽ മേജർ പങ്കാളികൾ. അപ്പോൾ അവരുടെയൊക്കെ നീക്കം അനുസരിച്ചായിരിക്കും മിഡ് ക്യാപ്പ് ചലിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അതുകൂടെ നിങ്ങളൊന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. സമയം ഒത്തിരി പോയി, അതുകൊണ്ട് നിർത്തുകയാണ്. അപ്പം എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക, നല്ലപോലെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല വീക്കെൻഡ് ആശംസിക്കുന്നു. നല്ല ഒരു തിങ്കളാഴ്ച നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.